Hello friends, എല്ലാവർക്കും എപ്പിസോഡിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അവരാണ് സംബന്ധിച്ച് അൺബോക്സിംഗ് വീഡിയോ എന്താ വെച്ചാൽ BY-M1 എന്ന മൈക്ക് മിക്ക യൂട്യൂബേഴ്സിനും അറിയായിരിക്കും. യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ്. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യാം. അൺബോക്സിംഗ് മാത്രമല്ല റിവ്യൂയും പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പാക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ നല്ല പക്ക പാക്കിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിലും നല്ലൊരു പാക്കിങ് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ബില്ല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ മെയിൻ പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അവർ പാക്കിങ് തന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് പീസ് പോലെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. BY-M1 ഇതിൻ്റെ പ്രൈസ് ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 1995 ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാവും പാക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഫ്രണ്ട്സ് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബാഗ് തന്നിട്ടുണ്ട് അവർ. ഇത് ബോയയുടെ തന്നെ നല്ലൊരു ബാഗ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ആവശ്യം തന്നെ എടുക്കാനായിട്ട് നല്ലൊരു ബാഗ് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കവറാണ്. അതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ജാക്ക് ഉണ്ട്, കൺവെർട്ടർ ഉണ്ട്, നമുക്ക് മാറ്റിയേക്കാം. അടുത്തെന്താ ഉള്ളത് നോക്കാം. അതേപോലെ തന്നെ അതിൽ അടുത്തായിട്ടുള്ളൊരു വിൻഷീൽഡാണ്. കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു വിൻഷീൽഡ്. അതേപോലെ തന്നെ പിന്നെ ഒരു കവറിലായിട്ടൊരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കോളറുമൊക്കെ കുത്തുന്ന ഒരു ക്ലിപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റലാണ്. നല്ലൊരു ക്ലിപ്പ് വന്നു, നല്ലൊരു ക്വാളിറ്റി ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് വന്നേക്കുന്ന ബാറ്ററിയാണ്, നമ്മുടെ മൈക്കിലിടുന്ന ബാറ്ററിയാണ്. അത് ഞാൻ അവസാനം കാണിച്ചുതരാം എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അടുത്തതായിട്ട് അതിലുള്ളത് നമ്മളെ മൈക്കാണ്. മൈക്കെന്ന് വെച്ചാൽ അത്യാവശ്യം വയറിലൊക്കെ അത്യാവശ്യം ലെങ്തിയാണ്, നല്ല നീളമുള്ളൊരു വയറാണ്. അതേപോലെ ഞാൻ ആദ്യം ബാറ്ററി ഇടുന്ന ഭാഗമൊക്കെ ഞാൻ ഓർത്ത് തീരെ ക്വാളിറ്റിയിലായിരിക്കുന്നു. പ്ലാസ്റ്റിക് എന്നാണ് വിചാരിച്ചത്. പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ് വന്നേക്കണേ. അതിൻ്റെ ഒപ്പം നമുക്കൊരു സിൽക്ക ജെല്ലി കിട്ടിയിട്ടുണ്ട്. സിൽക്കർ ജെല്ലി ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മൈക്ക് കെട്ടിയതാക്കി വെച്ചാണ് നമ്മുടെ മൈക്ക്. അതേപോലെ തന്നെ പിൻഭാഗം നല്ല ഗോൾഡ് കവർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വയറൊക്കെ അത്യാവശ്യം ലെങ്തിയാണ്, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. നമ്മളെ വിൻഷീൽഡ് എടുത്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഭാഗത്ത് അവിടെ സെറ്റായിരുന്നോളും. അതേപോലെ നമ്മളെ ക്ലിപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ക്ലിപ്പ് എടുത്ത് മെല്ലെ ഒന്ന് ആ ഭാഗത്തേക്കൊന്ന് അമർത്തി കൊടുത്താൽ ഒരൊച്ചയ്ക്കും. അപ്പോൾ മനസ്സിലാക്കുക അത് സെറ്റായി എന്നുള്ള കാര്യം. ക്ലിപ്പിന് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ് അതേപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാമറയുടെ മൂടിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു മൂടുണ്ടെങ്കിൽ അതിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ സ്മാർട്ട് ഫോൺ ഇടണമെങ്കിൽ അത് ബാറ്ററി വേണമെന്നില്ല. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ബാറ്ററി വേണമെന്നില്ല. ഇതെങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആ ഭാഗം ഒന്ന് മെല്ലെ തിരിച്ചു കൊടുത്താൽ അത് ഊരിപ്പോരും ആ ഭാഗം. പിന്നെ അതുപോലെ ക്യാമറയ്ക്ക് മാത്രം ബാറ്ററി മതി. അവിടെ ഒരു ബാറ്ററി ഇടുന്ന ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി എടുത്ത് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആദ്യമായിട്ട് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ ബാറ്ററി അവിടെ സെറ്റ് ആയിരുന്നോളും. അത് കഴിഞ്ഞാൽ അത് അതേപോലെ നടക്കുക. അപ്പോൾ അതിൻ്റെ ഇത് സെറ്റായി.
അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടില്ലേ, ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി അപ്പം തന്നെ അൺബോക്സിങ് വീഡിയോ റിവ്യൂ ഒന്നും ഇടാൻ പാടില്ലല്ലോ, നമുക്ക് ഉപയോഗിച്ച് നോക്കി നമുക്ക് ഇഷ്ടമായി മാത്രമല്ലേ. അപ്പോൾ ഇതിനെ കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വയർ അത്യാവശ്യം ലെങ്ത്താണ്, അത്യാവശ്യം നീളമുള്ള വയറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പക്കണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് കുറേയൊക്കെ കുറഞ്ഞിട്ടും എന്താ വെച്ചാൽ ഞാനിത് വെച്ചിട്ടും വെക്കാണ്ടുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം, ലാസ്റ്റ് കേൾപ്പിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് കുറച്ച് അലമ്പായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇത് സ്മാർട്ട് ഫോണിൽ വർക്കില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, ലാസ്റ്റ് കുറേ പേര് പറഞ്ഞു ഇതിന് മൈക്കിന് കംപ്ലൈൻറ്റ്, കുറേ പേര് പറഞ്ഞു ഫോണിന് കംപ്ലൈൻറ്റ് ആണ്. ലാസ്റ്റ് ഞാൻ കുറേ അന്വേഷിച്ച് ഒരു ആപ്പ് കണ്ടെത്തി. പക്ഷേ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, പക്ഷേ 150 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ എന്തായാലും 800 രൂപയ്ക്ക് മൈക്ക് വേണ്ടി പിന്നെ 150 രൂപയ്ക്ക് ഈ ആപ്പ് വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറേ തപ്പി പിടിച്ചിട്ടൊരു ആപ്പ് കണ്ടെത്തി. ഓപ്പൺ ഗെയിം എന്നാണ് ഇതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ഫ്രീ ആപ്പാണ്. ഇത് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് സ്മാർട്ട് ഫോണിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ക്യാമറ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് വേണമെന്നില്ല, ക്യാമറ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വർക്കിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ വെക്കാണ്ടുള്ള സൗണ്ട്. ഇതിപ്പം കേൾക്കണ്ടാവുമല്ലോ, ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇത് ഞാൻ വെച്ചിട്ടുള്ള വോയിസ് ഞാൻ കേൾപ്പിച്ചതാണ്. ഇതാണ് ഞാൻ വെച്ചിട്ടുള്ള സൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഫാനൊക്കെ ഇട്ടുണ്ട്, പക്ഷേ എൻ്റെ സൗണ്ട് ഒന്നും കേൾക്കണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസ് ഒക്കെ ഏറെക്കുറെ കുറഞ്ഞിട്ടും. അപ്പോൾ ഇതാണ് വെച്ചിട്ടുള്ള സൗണ്ട്. വെക്കാനുള്ള സൗണ്ട് ഇങ്ങനെ നേരത്തെ ആയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഇഷ്ടമായാലും ഡിസ്ലൈക്ക്, ഞങ്ങളുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടെ എന്നെ ചെയ്യാൻ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും.